രാഷ്ട്രീയം കൈമുതലാക്കി പ്രവർത്തിക്കുന്ന കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് തലത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഏക സംഘടനയും നമ്മുടെ പെൻഷനേഴ്സ് കൂട്ടായ്മയാണ്. കാരണം ഇന്ന് ഈ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ, ഈ 2024-25 കാലഘട്ടത്തിൽ ഈ ഏറ്റവും അവസാനം ഈ ജനുവരി മുതൽ മാർച്ച് വരെ, മെയ് 31 വരെ ഏതാണ്ട് 1051 പേർ അല്ലേ വിമൽക്കന്ന് 1051 പേർ നമ്മുടെ ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്തു. റെക്കോർഡാണ്. ഇനി അത്രയും റിട്ടയർമെന്റ് വരില്ല. അപ്പൊ അത് വൈദ്യുതി ഭവനിലെ എത്രയാണ് 148 പേരാണ് സ്ഥിരാകേന്ദ്രമായ വൈദ്യുതി ഭവനിൽ നിന്ന് റിട്ടയർ ചെയ്തത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വൈദ്യുതി ഭവനിൽ ഒരാൾക്ക് ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സംഘടനകളുടെ ഏതെങ്കിലും സംഘടനയുടെ ഒരു വാലായിട്ട് ചേർന്നിരുന്നുകൊണ്ട് അവർ പറയുന്നതെല്ലാം കേട്ട് അങ്ങനെ നിങ്ങൾ മാത്രമേ പറ്റുള്ളൂ. പിന്നെ കുറെ നേതാക്കന്മാരും. പക്ഷേ ഈ പറയുന്ന 148 പേരിൽ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചവർക്ക് എല്ലാം അംഗങ്ങളാണ്. അതിൽ 148 120ഓളം അല്ലേ, 120-ൽ പരം ആൾക്കാർ യാതൊരു സങ്കോചവും ഇല്ലാതെ, അതിൽ കുറെ പേര് ഇങ്ങോട്ട് വന്നാണ് എടുത്തത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ ഇങ്ങോട്ട് വന്ന് മെമ്പർഷിപ്പ് എടുത്തു, പെൻഷനേഴ്സ് കൂട്ടായ്മയിൽ അംഗത്വം എടുത്തു. കേരളത്തിലാകമാനം മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. ഞാൻ വൈദ്യുതി ഭവനെ എടുത്തു പറയാൻ കാരണം നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കി, ഇറസ്പെക്റ്റീവ് അവർ ഏത് സംഘടനയിലാണോ, ഏത് രാഷ്ട്രീയ ബന്ധമുണ്ടോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ കൂട്ടായ്മയിൽ വന്ന് ചേർന്ന് നമ്മുടെ മെമ്പർഷിപ്പ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു എടുത്തതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് പുതിയ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. അവരെല്ലാം നമ്മുടെ സംഘടനയിലേക്ക് നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അവർ മനസ്സിലാക്കണം ഈ കൂട്ടായ്മ എന്താണ് ചെയ്യുന്നത്. നമ്മളെല്ലാം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇനി അടുത്ത റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമ്മളെ യുവലോകവാസം പഠിക്കുകയാണ് അല്ലേ? ശരിയല്ലേ? നമുക്കിനി വേറെ ഒരു സർവീസ് ഇല്ല, വേറെ ഒരു ട്രാൻസ്ഫറിനെ നമുക്ക് പേടിക്കണ്ട. കാരണം ഈ ട്രേഡ് യൂണിയനിലും മറ്റ് സംഘടനകളിലും ഒക്കെ ചേർന്നത് ഈ പ്രധാന കാര്യം നമുക്ക് ഒരു ട്രാൻസ്ഫർ എന്നുള്ളതാണ് അല്ലേ? എന്താണ് പത്മനാഭ? അപ്പൊ ആ ട്രാൻസ്ഫർ ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ഒന്നുമില്ല. അപ്പൊ അതിനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? അത് കൂട്ടായ്മയാണ്. അതിലാണ് CHUവിന്റെ വലിയ നേതാക്കന്മാർ. ഇദ്ദേഹവും നമ്മുടെ ജനറൽ സെക്രട്ടറി AV വിമൽചന്ദ് തിരുവനന്തപുരം വൈദ്യുതി ഭവനിലെ CHU വർക്കേഴ്സ് അസോസിയേഷന്റെ ഡിവിഷൻ സെക്രട്ടറി ആയിരുന്നു അല്ലേ? സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. നമ്മുടെ കഴിഞ്ഞ 3 കൊല്ലക്കാലമായി ഈ സംഘടനയെ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കക്ഷിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ പല ഈ സഖാക്കൾ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട, അവരെല്ലാം